ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു JBB. വളരെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം പുറത്ത് പടം ഇറങ്ങിയ സമയത്തൊക്കെ വന്നിരുന്നു. പക്ഷെ ആ പടത്തിന് പ്രതീക്ഷിച്ച ഒരു അപ്രിസിയേഷനും ചേച്ചിക്ക് കിട്ടാതെ പോയി. കണ്ടു കഴിഞ്ഞിട്ടും പെയിന് മാറുന്നില്ല, എന്തോ ഒരു കനമുള്ളതുപോലെ മനസ്സില്. അപ്പോ ആ കഥാപാത്രം എപ്പോഴെങ്കിലും ചേച്ചി പേഴ്സണലി അഫക്ട് ചെയ്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അല്ല, ശരിക്കും എനിക്ക് ആദ്യമായിട്ട് ക്രിസ്റ്റോ കഥ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് മൂടി വെക്കാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ ഒരു റിയാക്ഷൻ അത്രയും ഞാൻ ഷോക്ക്ഡ് ആയിരുന്നു. കാര്യം നമ്മൾ അത്രയും ഓണസ്റ്റായിട്ട് ഒരു രീതിയിലുള്ള കലർപ്പും ഇല്ലാതെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ കഥാപാത്രം ഞാൻ വായിച്ച് കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് ആക്ച്വലി ടേക്ക് ഓഫ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സമീറയെ പറ്റിയിട്ട് ഫിലിം ക്രൂവിലുള്ള തന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്കാർക്ക് ഇഷ്ടപ്പെടും സമീരനെ, സമീർ ഒട്ടും ചിരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹേഷ് സമീരനെ ഡിഫെൻഡ് ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഉള്ളത് അവർ സമീരയെ പോലെയുള്ള സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിന് ഞാൻ ഒന്ന് കേട്ടിരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സിമിലർ തിങ് ഫോർ ക്രിസ്റ്റോ. എൻ്റെ വിശ്വാസം ക്രിസ്റ്റോ കണ്ടു വളർന്നിട്ടുള്ള സ്ത്രീകളെ ശരിക്കും ഒബ്സർവ് ചെയ്തും മനസ്സിലാക്കിയിട്ടുമാണ് എഴുതിയത്. അതിലുപരി അതെനിക്കും ചേച്ചിക്കും ആ കഥാപാത്രങ്ങൾ കിട്ടുമ്പം അത് പിന്നെ ഐ തിങ്ക് ഗ്രെറ്റ ഗർവിഗ് പറഞ്ഞിട്ടുണ്ട്, വെൻ യു കാസ്റ്റ് പീപ്പിൾ ട്രസ്റ്റ് ദെം, പിന്നെ കൊടുക്കും, അത് അവരുടെയും കൂടെ ആണെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അത് ക്രിസ്റ്റോ റിയലി ഡിഡ് ദാറ്റ്. പക്ഷെ ഓരോ ദിവസവും നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ എത്ര നമ്മൾ റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും കുറച്ച് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഓരോ ദിവസത്തിൻ്റെയും ഇങ്ങനെ മറ്റേ ഡെപ്പോസിറ്റ് പോലെ ഇങ്ങനെ അതിങ്ങനെ കയറി വരുമായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ എന്താ പറയുക, യാത്രയ്ക്ക് പോയി ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് കഴിഞ്ഞിട്ട് ഒന്നൊരു ആ ഖനം ഒന്ന് ലൈറ്റാക്കാൻ വേണ്ടി. പക്ഷേ എനിക്ക് ക്ലൈമാക്സ് ആണ് എൻ്റെ ഫേവറേറ്റ്. അതുകൊണ്ട് തന്നെ ആ ഖനം കുറച്ചൊന്ന് കുറഞ്ഞു ആ ഷൂട്ട് കഴിഞ്ഞ സമയത്ത്. കാര്യം അവിടെ ഫൈനലി അഞ്ജുവിനൊരു കിട്ടേണ്ടതാണ്, അഞ്ജുവിന് ആ ഒരു സേഫ് സ്പേസ് കിട്ടി എന്നുള്ളൊരു സമാധാനം എനിക്കുണ്ട് അഞ്ജുവിന് വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ വളരെ പോലെ തന്നെ വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു JBB. വളരെ എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം പുറത്ത് പടം ഇറങ്ങിയ സമയത്തൊക്കെ വന്നിരുന്നു. പക്ഷെ ആ പടത്തിന് പ്രതീക്ഷിച്ച ഒരു അപ്രിസിയേഷനും ചേച്ചിക്ക് കിട്ടാതെ പോയി എന്ന് തോന്നുന്നുണ്ടോ? അത് ഒരു വൈഡായിട്ട് കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ലാതെ എന്ത് പറ്റിയെന്നറിയാവോ, ആ പടവും നമ്മുടെ ഈ ഉള്ളവർക്കിന് മുൻപേ ഷൂട്ട് ചെയ്തതാണ്. 2021 ഷൂട്ട് ചെയ്ത ഫിലിമാണ്. പിന്നെ 22 എൻ്റെ ബാലൻസ് കുറച്ച്. അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ഒരു അനക്കമുണ്ടല്ലോ, എല്ലാവർക്കും ഇങ്ങനെ ഒരു പടം നടക്കുന്നുണ്ട്, പാരഞ്ചത്തിൻ്റെ ടീമാണ്, അതെല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നെ കുറേ സൈലൻ്റ് ആയ ഫിലിം, പിന്നെ പെട്ടെന്ന് കൊണ്ടത് റിലീസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ രഞ്ജിത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫാമിലി ഇത്രയധികം ഏറ്റെടുക്കുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് സാധാരണ ഇപ്പം കബാലി അങ്ങനെയുള്ള വലിയ ഫിലിംസിന് കൊടുക്കുന്ന പ്രമോഷനൊന്നും അദ്ദേഹം ചെയ്തില്ല, പെട്ടെന്ന് റിലീസ് ചെയ്തു. പക്ഷെ പിന്നെ അങ്ങോട്ട് തിയേറ്ററിൽ വന്നതിന് ശേഷമുള്ള അതിൻ്റെ വെൽക്കം ചെയ്ത രീതിയും പിന്നെ അത് ഒരുപാട് ഫാമിലി ഓഡിയൻസിനെ കാണുകയും ചെയ്തതോടുകൂടി അവരാകെപ്പാട് പിന്നെ അങ്ങോട്ട് പ്രൊമോഷന് വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും പടം 2ാമത്തെ ആഴ്ചയായിരുന്നു. ആമസോണിൽ വന്നതിന് ശേഷമാണ് അവർ റിയലൈസ് ചെയ്തത് ഇത്രയും ഓഡിയൻസ് കണ്ട ഒരു ഫിലിമാണെന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു ആക്ട്രസ് എന്നുള്ള നിലയ്ക്ക് തമിഴിൻ്റെ അടുത്ത സമയത്ത് കിട്ടിയ ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണ്. ആ രീതിയിൽ നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചില്ല.